എല്ലാവർക്കും മണിക്കുട്ടി.comലേക്ക് സ്വാഗതം. നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും, ആരാണ് മണിക്കുട്ടി എന്ന്? ഒരു സംശയം വേണ്ട, ഞാൻ തന്നെയാണ് മണിക്കുട്ടി. കണ്ടില്ലേ മൈക്കൊക്കെ കുത്തി നടക്കുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക കഴിവുകളുണ്ടോ? നിങ്ങൾ എന്തെങ്കിലും പ്രത്യേക കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടോ? എങ്കിൽ ഉടൻ തന്നെ ഞങ്ങളെ അറിയിക്കൂ. 14 വയസ്സിന് താഴെയുള്ള കൂട്ടുകാരോട് മാത്രമേ മണിക്കുട്ടി കൂട്ടുകൂടൂ. ഇല്ലെങ്കിൽ വലിയ വലിയ കഴിവുകളുള്ള ആൾക്കാർ എന്നെ ബുദ്ധിമുട്ടിക്കും. അപ്പോൾ നിങ്ങളെ തേടി മണിക്കുട്ടി എത്തും. ഇന്ന് നമ്മൾ മണിക്കുട്ടി.comൽ പരിചയപ്പെടാൻ പോകുന്നത് പൂർണ്ണശ്രീ ചേച്ചിയെയാണ്. മണിക്കുട്ടി ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് വലിയൊരു പാട്ടുകാരിയാണ്. വലിയ പാട്ടുകാരിയാണെങ്കിലും ആള് ചെറിയ കുട്ടിയാണ് കേട്ടോ. ഈ കഴിഞ്ഞ കാലത്ത് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെട്ട അണ്ണാറ കണ്ണാവ എന്ന ഭ്രമരത്തിലെ പാട്ട് പാടിയ പൂർണ്ണശ്രീ ചേച്ചിയാണ് നമ്മൾ ഇന്ന് മണിക്കുട്ടി.comലൂടെ പരിചയപ്പെടാൻ പോകുന്നത്. പൂർണ്ണശ്രീ ചേച്ചി, നമുക്ക് ആദ്യം ഒരു പാട്ടിലൂടെ തന്നെ തുടങ്ങിയാലോ? അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, അണ്ണാര കണ്ണാവ പൂവാല ചങ്ങാത്തം കൂടാൻ വാ, മൂവാണ്ടൻ മാവേൽ വാവ ഒരു പുന്നാര തേൻ കനിത്താത്ത, നങ്ങേലി പശുവിൻ്റെ പാല് വെള്ളപ്പിഞ്ഞാണത്തിൽ നിനക്കേകാം, ഒരുക്കാം ഞാൻ പൊന്നോണം ചങ്ങാതി. എനിക്ക് പാട്ട് വളരെ ഇഷ്ടപ്പെട്ടു. കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ചേച്ചി നമ്മുടെ കൂട്ടുകാർക്ക് ചേച്ചിയെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കാമോ? ഞാൻ പൂർണ്ണശ്രീ. ഞാൻ ഭവൻസ് ആദർശ വിദ്യാലയയിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞാൻ ഒരുപാട് റിയാലിറ്റി ഷോയിൽ പങ്കെടുത്തിട്ടുണ്ട്. രണ്ട് റിയാലിറ്റി ഷോയിൽ വിന്നറായിരുന്നു. പിന്നെ കുറേ സ്റ്റേജ് ഷോസിൽ പങ്കെടുത്തിട്ടുണ്ട്. പിന്നെ ഫിലിംസിൽ പാടിയിട്ടുണ്ട്. പക്ഷേ എൻ്റെ ഭാഗ്യം വന്നത് ഭ്രമരം എന്ന ഫിലിമിലെ അണ്ണാറക്കണ്ണ എന്ന ഗാനം പാടിയപ്പോഴാണ്. ഇപ്പോഴും സ്റ്റേജ് ഷോസിൽ പാടുന്നുണ്ട്. പിന്നെ ഫിലിംസിലും പാടിയിട്ടുണ്ട്, കുറച്ച് റിലീസായിട്ടുള്ള. ചേച്ചി പാട്ട് പഠിക്കുന്നുണ്ട്. ചേച്ചിയുടെ ഗുരുക്കന്മാരെ പറ്റി ഒന്ന് പറയാമോ? ഞാൻ പെരുമ്പാവൂർ ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറിൻ്റെ അടുത്താണ് പഠിക്കുന്നത്. ഞാൻ LKG മുതൽ സാറിൻ്റെ അടുത്താണ് തന്നെ പഠിക്കുന്നത്. ഇപ്പോഴും സാറിൻ്റെ അടുത്ത് തന്നെയാണ് പഠിക്കുന്നത്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകാരി ആരാണ്? അയ്യോ, ആ ചോദ്യം സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ പാടുന്നതിന് ഞാൻ ചിത്രാൻ്റിയുടെയും സുജാത ആൻ്റിയുടെയും പിന്നെ ശ്രേയ ചേച്ചിയുടെയും പാട്ടാണ് ഇപ്പോൾ ഞാൻ കൂടുതൽ കേൾക്കുന്നത്. പക്ഷേ ഒരു പെർട്ടിക്കുലർ സിംഗറിൻ്റെ പേര് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം എല്ലാവരുടെയും പാട്ട് കേൾക്കുമ്പോൾ തോന്നും അവരാണ് ഏറ്റവും നല്ല ഫീമെയിൽ സിംഗർന്ന്. പിന്നെ ഞാൻ കൂടുതൽ പാടാറുള്ളത് ജാനകി അമ്മയുടെയും സുശീലമ്മയുടെയൊക്കെ പാട്ടാണ്. പക്ഷെ ഞാൻ അവരുടെ പാട്ടൊക്കെ തോന്നും അവരെക്കാൾ നന്നായിട്ട് പാടണ വേറെ ആരും ഇല്ല എന്ന് എനിക്ക് തോന്നാറുണ്ട്. അത് കാരണം ഒരു പ്രത്യേകമായിട്ടുള്ള ആരും എനിക്കില്ല അങ്ങനെ സിംഗേഴ്സായിട്ട്. എല്ലാവരുടെയും പാട്ട് എനിക്കിഷ്ടം. ചേച്ചി ഫസ്റ്റ് പാടിയിട്ടുള്ള പാട്ട് കഴിഞ്ഞിട്ടുള്ള ചേച്ചിയുടെ അനുഭവം എന്തായിരുന്നു? ഫിലിമിലോ? അതെ, ഫിലിമിൽ സത്യം പറഞ്ഞത് എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്ന സന്തോഷമല്ലായിരുന്നു. സാർ എന്നെ ആദ്യം വിളിച്ചപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റിയില്ല. പിന്നെ അവിടെ ചെന്ന് പാടി ആദ്യം കുറച്ച് ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ പാടി കഴിഞ്ഞപ്പോൾ കുറച്ച് സമാധാനം ഉണ്ടായി. പിന്നെ അത് ഫിലിമിൽ വന്നപ്പോൾ കുറച്ചും കൂടി സന്തോഷമായി. ചേച്ചിയെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നത് ആരാണ്? എന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മെയിനായിട്ട് എൻ്റെ ഗുരുനാഥനാണ്, എൻ്റെ ചന്ദ്രമന നാരായണ നമ്പൂതിരി സാറ്. സാറാണ് എനിക്ക് എന്താ പറയുക, ഞാൻ പ്രോഗ്രാമിനൊക്കെ പോകുമ്പോഴും കുറേ ക്ലാസ് മിസ് ചെയ്യാറുണ്ട്. സാറിനാണെങ്കിൽ ക്ലാസ് മിസ് ചെയ്യാൻ ഇഷ്ടമല്ല. എന്നാലും പോയ കുറേ കീർത്തനങ്ങൾ കിട്ടിയില്ലെങ്കിലും സാർ എനിക്ക് വേണ്ടി ഇരുന്ന് പഠിപ്പിക്കാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ സ്കൂളിൽ എൻ്റെ പ്രിൻസിപ്പൾ, എൻ്റെ ടീച്ചേഴ്സ്, ഞാൻ എത്ര എക്സാംസ് വരെ മിസ് ചെയ്താലും എൻ്റെ പ്രിൻസിപ്പൾ ടീച്ചേഴ്സും എന്നെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ അമ്മൂമ്മ. സത്യം പറഞ്ഞാൽ എല്ലാ പാട്ടുകാർക്കും വേണ്ടത് അവരുടെ ശബ്ദം നന്നായിരിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ശബ്ദത്തിൻ്റെ രഹസ്യം സത്യം പറഞ്ഞാൽ എൻ്റെ അമ്മൂമ്മയാണ്. എൻ്റെ അമ്മൂമ്മ എന്താ പറയുക, എന്തൊക്കെയോ ഉണ്ടാക്കൊണ്ടുവരും. പാൽ കഷായം, കുരുമുളകുകൾ, അങ്ങനെ കുറേ ഉണ്ടാക്കൊണ്ടുവരും. അപ്പോൾ അതാണ് എനിക്ക് പെട്ടെന്നൊരു ചെറിയ അസുഖം വന്നാൽ അത് ഇങ്ങനെ ഓടും മരുന്നുകൾക്ക് വേണ്ടി. പിന്നെ ഇവരൊക്കെയാണ് എന്നെ കൂടുതൽ. പിന്നെ എൻ്റെ അമ്മയും അച്ഛനും ചേച്ചിയും എന്നെ വീട്ടിലെന്നെ പഠിപ്പിക്കാൻ സഹായിക്കുന്നത് എൻ്റെ അച്ഛനും ചേച്ചിയാണ്. പിന്നെ അമ്മയുടെ അടുത്ത് പോയാൽ മിക്കവാറും ഞാൻ പഠിച്ചു കഴിയുമ്പോൾ ഞാൻ ഉണ്ടാവില്ല. അത് കാരണം അച്ഛൻ പറഞ്ഞിട്ട് ആ പരിസരത്തേക്കൊന്നും പോകരുത്. അത് കാരണം അമ്മ വല്ലപ്പോഴാണ് പഠിപ്പിക്കാറുള്ളത്. പിന്നെ മെയിനായിട്ട് പാട്ടിനാണ് അമ്മ സഹായിക്കാറ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ് എന്താ പറയുക, സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്നെ കുറേ പേരുണ്ട് സപ്പോർട്ട്. എല്ലാവരെയും പറയാൻ പറ്റില്ല. പിന്നെ കസിൻസ് എല്ലാവരും. ചേച്ചി ഇപ്പോൾ ഏതെങ്കിലും സ്റ്റേജ് ഷോയിൽ പാടാനായി പോകുന്നുണ്ടോ?
ഇപ്പോഴും ഞാൻ സ്റ്റേജ് ഷോസിൽ പാടാറുണ്ട്. അപ്പോൾ ഞാൻ അബ്രോഡിലും പോയി, ദുബായിലൊക്കെ പാടി. ഇപ്പോൾ കുറച്ച് മുമ്പാണ് പോയത്. ഇപ്പോഴും സ്റ്റേജ് ഷോസിൽ പാടാറുണ്ട്. ചേച്ചിക്ക് ഏത് പാട്ടുകാരെ പോലെ ആവണമെന്നാണ് ആഗ്രഹം? അയ്യോ, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഒരു പാട്ടുകാരിയെ പോലെ ആവണമെന്നില്ല, എൻ്റേതായ സ്റ്റൈലിൽ എനിക്ക് പാടി ഇതാവണമെന്നാണ് ഇഷ്ടം. പാട്ടുകാരി എന്ന് പറയുമ്പോൾ എല്ലാ പാട്ടുകാരുടെയും അവരുടെ ഗുണങ്ങളൊക്കെ കിട്ടണമെന്നുണ്ട്, എന്നാലും അത് പറ്റില്ലല്ലോ. ചേച്ചിക്ക് ഇപ്പോൾ പുതിയ ഫിലിമിൽ എന്തെങ്കിലും സോങ്സ് പാടാനായിട്ട് ഓഫർ വന്നിട്ടുണ്ടോ? ഞാനിപ്പോൾ മോഹൻ സിതാര സാറിൻ്റെ ഒരു പുതിയ ഫിലിമിൽ പാടിയിട്ടുണ്ട്. അത് വെള്ളരിപ്രാവിൻ്റെ ചങ്ങാതി എന്നാണ് ഫിലിമിൻ്റെ പേര്. പാടിക്കഴിഞ്ഞു, സോളോ ആയിട്ടാണ് പാടിയിരിക്കുന്നത്. ചേച്ചിയുടെ ജീവിതത്തിൽ ഇതുവരെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം? എനിക്ക് 2-3 അനുഭവങ്ങളുണ്ട് മറക്കാൻ പറ്റാത്തത്. ഞാൻ ഒരു റിയാലിറ്റി ഷോയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഓഡീഷൻ കഴിഞ്ഞിട്ട് ഉടനെ പാടിയപ്പോൾ തന്നെ സത്യം പറഞ്ഞാൽ ഞാൻ ഒരു പ്രതീക്ഷയില്ലാതെയാണ് പോയത്. ചുമ്മാ ഒരു പാട്ട് പാടാം, അത്രേ ഉള്ളൂ. പക്ഷെ അത് പാടി കഴിഞ്ഞപ്പോൾ മോഹൻ സിതാര സാറായിരുന്നു അതിൻ്റെ മെയിൻ ജൂറി. അപ്പോൾ സാറ് വന്നിട്ട് കെട്ടിപ്പിടിച്ചു. അതൊക്കെ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റാത്ത സംഭവങ്ങളാണ്. പിന്നെ ഫിലിം അവാർഡ് ഫംഗ്ഷനിൽ ഞാൻ ഒരു പാട്ട് പാടി കഴിഞ്ഞിട്ട് ജഗതി അങ്കിള് സാറിൻ്റെ അവാർഡ് മേടിക്കാൻ പോയപ്പോൾ എന്തോ ഓർത്ത് എൻ്റെ പാട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞു, എന്താ ഞാൻ മോളായിട്ട് ജനിച്ചില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ ഒട്ടും മറക്കാൻ പറ്റില്ല. പിന്നെ ഇതൊരു കുഞ്ഞു അനുഭവമാണ്, പക്ഷെ എനിക്കത് ഭയങ്കര ഓർമ്മയിൽ നിൽക്കുന്നുണ്ട്. ഞാൻ എൻ്റെ ആദ്യമായിട്ട് പാട്ട്, ഞാൻ 5 വയസ്സിലാണ് പാട്ട് പഠിക്കാൻ പോയത്. അപ്പോൾ എൻ്റെ സാറ്, ഞാൻ കരഞ്ഞു പിഴിഞ്ഞ് അമ്മയുടെ അടുത്ത് നിന്ന് പോകാൻ പറ്റില്ല അങ്ങനെയൊക്കെയാണ് പാട്ട് പഠിക്കാൻ പോയത്. അപ്പോൾ എൻ്റെ സാർ എൻ്റെ അടുത്ത് ചോദിച്ചു എത്ര വയസ്സായെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുഞ്ഞിത് ഭയങ്കര കുട്ടിയാണ്. അപ്പോൾ എൻ്റെ സാറിന് എന്ത് ചോദിച്ചു എത്ര വയസ്സാണ്. അപ്പോൾ ഞാനിങ്ങനെ കൈ നീട്ടി 5 വയസ്സായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞോണ്ടാണ് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഇവിടം വരെ എത്തിയപ്പോൾ ഞാനന്ന് കരഞ്ഞോണ്ടതൊക്കെ പറഞ്ഞു. അപ്പോൾ ഇപ്പോഴും എനിക്ക് അതങ്ങനെ, ഞാൻ പാട്ട് പഠിക്കാൻ പോയപ്പോൾ എനിക്ക് ആകെ ഓർമ്മയുള്ള ഒരു കാര്യമാണ് ആ സാർ എൻ്റെ അടുത്ത് ചോദിച്ചത്. ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ്? അതൊക്കെ ചോദിച്ചാൽ എനിക്ക് എല്ലാ പാട്ടുകളും ഇഷ്ടമാണ്. എന്ന് പറഞ്ഞാൽ മെജോറിറ്റി എല്ലാ പാട്ടുകളും എനിക്ക് ഇഷ്ടമാണ്. എന്നാലും ഒരു 4-5 പാട്ടെന്ന് പറയുമ്പോൾ എനിക്ക് ആദ്യം തന്നെ കണ്ണു തുറക്കാത്ത ദൈവങ്ങളെ എന്ന് പറഞ്ഞാൽ പഴയ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ മെയിനായിട്ട് അതിൻ്റെ ഭാവം, അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ അത് പാടിയേക്കണ രീതി, അതൊക്കെയാണ് എനിക്ക് അതിൽ ആ പാട്ടിൽ ഏറ്റവും ഇഷ്ടം. പിന്നെ എനിക്ക് പഴയ പാട്ടിൽ രാജശില്പി എന്ന് പറയുന്ന പാട്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് മെയിനായിട്ട് ഈ ഡയലോഗുള്ള പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ പാട്ടിൻ്റെ ഇടയ്ക്ക് ഡയലോഗ് വരില്ലേ, അതിൻ്റെ എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ കണ്ണ തുറക്കണ സ്വാമി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതിലുണ്ട് കുറേ ഡയലോഗ്. പിന്നെ തമിഴിലെ സക്കരക്കട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട്, അതിലും ഉണ്ട് ഡയലോഗ്. അപ്പോൾ എനിക്ക് ഡയലോഗുള്ള പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ചേച്ചി ഇപ്പോൾ പറഞ്ഞില്ലേ ഡയലോഗൊക്കെ ഉള്ള പാട്ട് ഇഷ്ടമാണെന്ന്, എന്തുകൊണ്ടാണ് അങ്ങനത്തെ പാട്ടൊക്കെ ഇഷ്ടപ്പെടാനുള്ള കാരണം? അങ്ങനത്തെ പാട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കേൾക്കണവർക്കും രസമുണ്ടാവും, അത് പാടണവർക്കും ഒരു രസം. നമ്മളത് ഡയലോഗൊക്കെ വെച്ച് പാടുമ്പോൾ പിന്നെ പഠിക്കാനും എളുപ്പമുണ്ട്. അതാണ് മെയിൻ കാരണം ഇഷ്ടപ്പെടാൻ. എന്നാൽ അങ്ങനത്തെ ഒരു പാട്ട് എനിക്കും കൂട്ടുകാർക്കും വേണ്ടി ഒന്ന് പാടാമോ? പാടാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തമിഴിൽ സക്കരക്കട്ടി എന്ന് പറഞ്ഞിട്ടൊരു പാട്ടുണ്ട്, അതിൽ ഡയലോഗ് പറയാം. അത് ഞാൻ പാടിയിട്ട് ഡയലോഗ് പറയാം. ഡുണ്ടു ഡു ഡുണ്ടു 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 ഡും പീ 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 പി 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 சக்கரக்குட்டிக்கு சித்திர குட்டிக்கு சுப்பரமன்னித மாப்பிள்ளையா வர போறாண்டா, பஸ்ஸில் ஏறி வராண்டா, வர போறாண்டா, பஸ்ஸில் ஏறி வராண்டா. அத்த மகமா பிள்ளை ஆசை வச்ச பிள்ளை, அத்த மகமா பிள்ளை ஆசை வச்ச பிள்ளை, சாதி சன எல்லாம் வழக்கு கொட்டுட்டும். சக்கரக்குட்டிக்கு சித்திர குட்டிக்கு சுப்பரமன்னித மாப்பிள்ளையா வர போறாண்டா, பஸ்ஸில் ஏறி வராண்டா, வர போறாண்டா, பஸ்ஸில் ஏறி வராண்டா. டாய், இதுதான் கல்யாண மேடை, இதுதான் பந்தல். நெசமான கல்யாணத்துக்கு ஒரு ஒத்துகை பார்த்துடுவாமா. போய் பொண்ணு கூட்டிட்டு வாங்கலேண்டியா, என்னங்கடி பண்ணிக்கிட்டுருங்க. மாசம் 100 கதையெல்லாம் பேசிக்கிட்டு வாராயம் தோழி வாராயோ, மணப்பந்தல் காண வாராயோ. ஆனந்தா, என் கண்ணையே உங்கிட்ட ஒப்படைக்கிறேன், அதில் எப்பொழுதும் ആനന്ദ കണ്ണീർ താൻ പാക്കണം. കെട്ടുമേളം കെട്ടുമേളം കെട്ടുമേളം. ചേച്ചി സ്റ്റേജ് ഷോയിലൊക്കെ പോയപ്പോഴുള്ള ചേച്ചിയുടെ അനുഭവം എന്തായിരുന്നു? ഞാൻ ആദ്യമായിട്ട് സ്റ്റേജ് ഷോയിൽ പോയത് എനിക്ക് തോന്നുന്നു ഫോർട്ട് കൊച്ചിയിലൊരു പരിപാടിക്കാണ്. അതെന്താണെന്ന് വെച്ചാൽ ഞാൻ കുഞ്ഞു കുട്ടിയായിരുന്നു, എനിക്ക് അധികം ഇപ്പോഴും അതായത് റേഞ്ച് കുറവായിരുന്നു. അപ്പോൾ എനിക്ക് പിച്ച് ഒറിജിനൽ പിച്ചിൽ പാടാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ടെൻഷൻ അടിച്ചിട്ടാണ് പോയത്, അവർ പിച്ച് കുറച്ച് തരുമോയെന്നൊക്കെ. അപ്പോൾ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്,
കീബോർഡ് വായിച്ച കീബോർഡിസ്റ്റ് എന്ന് വിൽസൺ എന്ന് പറയുന്ന അങ്കിളുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ച് പോയപ്പോൾ ഞാൻ പറഞ്ഞു അങ്കിൾ ഒരു നോട്ട് കുറച്ച് തരുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ വിചാരിച്ചില്ല പറ്റില്ല സമ്മതിക്കില്ല അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷേ അങ്കിൾ പറഞ്ഞു അതിനെന്താ ഒരു പിച്ച് കുറച്ച് പാടിയാൽ മതി പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. എനിക്ക് തോന്നുന്നു അത് കാരണം എനിക്ക് നല്ല സത്യം പറഞ്ഞാൽ പാട്ടെന്ന് പറയുമ്പോൾ നമ്മുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള പിച്ചിൽ നമുക്ക് പാടാൻ പറ്റുള്ളൂ. അപ്പോൾ എനിക്ക് പിച്ച് കുറച്ച് തന്നപ്പോൾ എനിക്ക് നല്ല ഇതായിട്ട് അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് എനിക്കിപ്പോഴും ഭയങ്കര സന്തോഷമാണ്. എനിക്ക് വിൽസൺ അങ്കിളുടെ തീരാത്ത കടപ്പാടുണ്ട്. ഞാനിപ്പോഴും പോകാറുണ്ട് അങ്കിളുടെ ട്രൂപ്പിൽ. ഞാൻ അതിനാണ് ആദ്യമായിട്ട് സ്റ്റേജ് ഷോയിൽ പോയത്. ചേച്ചിക്ക് പാട്ട് പാടിയിട്ട് കിട്ടിയിട്ടുള്ള അംഗീകാരങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ ആദ്യം സ്കൂളിൽ നിന്ന് തുടങ്ങാം. ഞാൻ ഭവൻസിലാണ് പഠിക്കുന്നത്. അപ്പോൾ ഭവൻസ് ഫെസ്റ്റ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് എനിക്ക് 7 വർഷം അടുപ്പിച്ച് ഭവൻസ് ജ്യോതി കിട്ടി. പിന്നെ 2008 വിലാൻ യൂത്ത് ഐക്കൺ അവാർഡ് എന്ന് പറഞ്ഞിട്ട് അവർ വർഷത്തിലൊരു യൂത്ത് ഐക്കൺ അവാർഡ് കൊടുക്കും. അപ്പോൾ 2008 എനിക്ക് യൂത്ത് ഐക്കൺ അവാർഡ് കിട്ടി. പിന്നെ 2010 ഇൻസ്പയർ ഫിലിം അവാർഡിൻ്റെ ഒരു ബെസ്റ്റ് ഫീമെയിൽ സിംഗറിൻ്റെ ഈ അണ്ണാർക്കണ്ണ ഭ്രമരത്തിലെ പാടിയനാണ് കിട്ടിയത്. പിന്നെ സൂര്യ TV സംഗീത മഹായുദ്ധം എന്ന് പറഞ്ഞിട്ടൊരു അത് ടീം വൈസ് കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പോൾ ഞാനതിൽ വിധുചേട്ടൻ ക്യാപ്റ്റനായിരുന്ന ട്രിവാൻഡ്രം റോയൽസ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിലെ മെമ്പറായിരുന്നു. അപ്പോൾ അതിന് ഒരു പ്രൈസ് ഉണ്ടായിരുന്നു. ചേച്ചിക്ക് നമ്മുടെ കൂട്ടുകാരോട് കൂടുതൽ എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് പറയാൻ മറന്നുപോയതല്ല, ഞാൻ ചാൻസ് കിട്ടിയില്ല പറയാൻ. മെയിനായിട്ട് പറയാനുള്ളത് എന്നെ പാടാൻ നമ്മളെ എൻകറേജ് ചെയ്യാൻ വേണമല്ലോ കുറേ പേര്. അപ്പോൾ എൻ്റെ ആരാധകരെന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന കുറേ പേരുണ്ട്. അതിൽ ഞാൻ പറയാം എനിക്ക് എടുത്ത് പറയാനുള്ള പേരെന്ന് പറഞ്ഞാൽ എനിക്ക് ദുബായിലൊരു ഇവിടെ നാട്ടിൽ ട്രിവാൻഡ്രത്താണ് സജിൻ എന്ന് പറഞ്ഞിട്ടൊരു ചേട്ടനുണ്ട്. അയ്യോ എന്താ പറയുക, എൻ്റെ എല്ലാ ബർത്ത്ഡേസിനും കാർഡയക്കും. പിന്നെ രാവിലെ പുറത്തേക്ക് ഇറങ്ങിയ ഒരു ബൊക്കെ ഉണ്ടാവും, അതൊക്കെ ഇങ്ങനെ. പിന്നെ ഇതൊക്കെ ഗിഫ്റ്റാണ് തന്നത്. പിന്നെ വേറെ കാസർഗോഡ് ഒരു കണ്ണെന്ന് പറഞ്ഞിട്ട് അങ്കിള് അവരുടെ ഫാമിലി എനിക്ക് തോന്നുന്നു പാട്ടിനെ കുറിച്ച് മാത്രമല്ല എന്നെ എപ്പോഴും ഓർമ്മിപ്പിക്കാറുണ്ട്. പഠിത്തത്തിൽ ശ്രദ്ധിക്കണം എന്ന് എപ്പോഴും പറയാറുണ്ട് അവർ. പിന്നെ ഒരു കനകരാജ് എന്ന് പറഞ്ഞിട്ടൊരു അങ്കിളുണ്ട്. ഇവർ 3 പേരാണ് എനിക്ക് മെയിനായിട്ട് ഇത് ചെയ്യാനുള്ളത്. പിന്നെ ഇവരിനേക്കാളും അങ്ങനെ പറയാൻ പറ്റില്ല, ഇവരിനെ ഈക്വലായിട്ട് എനിക്ക് പറയാനുള്ളത് ഞാൻ കൂടുതൽ പ്രോഗ്രാംസിന് പോയിട്ടുള്ള കുന്നംകുളം ഭാഗത്താണ് ഞാൻ പ്രോഗ്രാംസിന് പോയിട്ടുള്ളത്. അവിടെ എന്താ പറയുക, ചേട്ടന്മാരും ചേച്ചിമാരും സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഇത്രയും സപ്പോർട്ട് തരുന്ന വേറെ ഒരു സ്ഥലമില്ല എന്ന് എനിക്ക് തോന്നണേ. എനിക്ക് അവിടുത്തെ ചേട്ടന്മാരോടും ചേച്ചിമാരോടും അനിയത്തിമാരോടും അനിയന്മാരോടും എല്ലാവരുടെ എനിക്ക് തീരാത്ത നന്ദിയുണ്ട്. പിന്നെന്താ പറയുക, പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും നന്ദി.